വിജയിക്കുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹ് ഈ മജ്‌ലിസിൽ ഇരുന്നിട്ട് ആരാണോ ഉറക്ക ആമീൻ പറയുന്നത് അവർക്ക് മരിക്കുന്ന സമയം ഇതേ ശബ്ദത്തിൽ ഷഹാദത്ത് കലിമ ഉറക്ക വിളിച്ചു പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹ്. ഇനി ഒരു ആമീൻ പറഞ്ഞേ. ഇവിടെ എന്താ മരിച്ചു വിടാ പുറകില്? ഇവിടെ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഒരു ആമീൻ പറഞ്ഞപ്പോ അൽഹംദുലില്ലാ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹുവേ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, അല്ലാഹുവേ ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെടുന്നു അവരുടെ ബറക്കത്ത് കൊണ്ട് കാലാവസ്ഥ നീ അനുകൂലമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ പരിപാടി നീ മുടക്കല്ലേ പടച്ചവനെ. അല്ലാഹുവേ ഇതിന്റെ അവസാനം വരെ മഴ നിന്റെ റഹ്മത്താ. അല്ലാഹുവേ പടച്ചവനെ ഇത് നിന്റെ വീട്, ഇതിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്ക. അല്ലാഹുവേ ഈ പരിപാടി നീ വിജയിപ്പിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളമൊന്നും ഇല്ലേ ഇപ്പൊ ഇന്ന്? ഞാൻ ആശ്രമം വല്ലപ്പോഴും വരുന്നായിരുന്നു വെള്ളം ഒഴിക്കാൻ. ഇപ്പൊ ചങ്ങാതിയില്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ ശിക്ഷ എന്താ? ഈ സദസ്സിലിരിക്കുന്ന മക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാ ചങ്ങാതി ഇങ്ങോട്ട് തിരിഞ്ഞിരിയടാ, അങ്ങോട്ട് അമ്മമാരവിടെ ഇരുന്ന് ഓടേറിവം കളിക്കാൻ തോന്നുന്നു. ചില മക്കൾ ചോദിക്കാറുണ്ട്, ഉസ്താദെ എന്റെ അത്തായിക്ക് പ്രായമായി, 40 50 വയസ്സായി, എന്റെ വാപ്പയ്ക്ക് നന്നാവുന്നില്ല ഉസ്താദെ. എന്റെ ഉപ്പയുടെ മുടിയൊക്കെ നരച്ചു, പ്രായമായി വാപ്പയ്ക്ക്, എന്നിട്ട് ഉസ്താദെ ഇപ്പോഴും നിസ്കാരമൊന്നുമില്ല, പറഞ്ഞാൽ കേൾക്കണില്ല, വാപ്പാടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല ഉസ്താദെ. ഏത് മനുഷ്യനും പ്രായമാകുമ്പോ നന്നാകുമല്ലോ, എന്റെ അത്ത എന്തേ നന്നാകാത്തെ? ചില ഉമ്മമാര് ചില മക്കള് ചോദിക്കുന്നു, ഉസ്താദെ എന്റെ ഉമ്മ നാവെടുത്ത പ്രാവും, നാവെടുത്ത നീ മുടിയുവട, നീ നശിക്കുവട, ഇരുന്ന് ഇതേ 5 മിനിറ്റ് കിട്ടിയ ഏസനി പരദൂഷണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിസ്കരിക്കാറില്ല, എപ്പോ നോക്കിയാലും ടിവിയുടെ ഫ്രണ്ടില. ഉസ്താദെ എന്റെ ഉമ്മ എന്തേ നന്നാകാത്തത്? മക്കളുടെ ഒരു വലിയ ഒരു പരാതിയാണ്. അതുപോലെ തന്നെ പായിപ്പാടുള്ള വാപ്പയും ഉമ്മയും ചിന്തിക്കുന്നത്, ഇവന് 15 വയസ്സേ ആയുള്ളൂ, 18 വയസ്സേ ആയുള്ളൂ, ഇവൻ കഞ്ചാവ് അടിക്കുന്നു, എന്നെ തല്ലാൻ വരുന്നു ഉസ്താദെ. ഇവൻ എത്രയൊക്കെ വഴല് കെട്ടു, എന്തെല്ലാം ഉപദേശങ്ങൾ കൊടുത്തു, ആരെല്ലാം ഇവനെ എന്തെല്ലാം പറഞ്ഞു കൊടുത്തു, എന്നിട്ട് ഇവൻ നന്നാകുന്നില്ലല്ലോ, ഇവന്റെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇന്നത്തെ തലമുറ എന്തു പറഞ്ഞാലും ഒരു മാറ്റമില്ല? ഉസ്താദേ നിങ്ങളൊക്കെ തലകുത്തിക്കടന്ന് വാഴു പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഞങ്ങൾ മാറൂല, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, റമളാനാണെങ്കിലും പെരുന്നാളാണെങ്കിലും നബിദിനമാണെങ്കിലും എന്തൊക്കെ വന്നാലും അവർക്കൊരു പേടിയില്ല, അവരങ്ങനെ തന്നെയാണ്. ഈ പള്ളിയുടെ മുറ്റത്ത് വന്നാലും അവർക്കൊരു മാറ്റവുമില്ല. ചോദിക്കാറുണ്ട്, എന്തേ ഇവൻ നന്നാകാത്തത്, എന്തേ ഇവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്? അതിന്റെ കാരണം എന്തെന്നറിയോ? ഉമ്മയോട് ചോദിക്കട്ടെ, 18 വയസ്സുള്ള ഒരു പെൺകുട്ടി അതാ അമുസ്ലിമായ ഒരു ചെറുപ്പക്കാരനുമായി പ്രണയമാവുക, അവസാനം പ്രണയം വീട്ടിലെറിഞ്ഞു. അങ്ങനെ വല്ലാത്ത പ്രശ്നമായി, ഒരുപാട് ഉപദേശങ്ങൾ കൊടുത്തു. പടച്ചവനെ അതാ പെൺകുട്ടിയോട് ചെന്നിട്ട് അതാ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നറിഞ്ഞപ്പോ ഉപ്പാന് ദേഷ്യം വന്നു, പടച്ചവനെ കൂടപ്പറപ്പിന് ദേഷ്യം വന്നു. അതാ പെണ്ണിനെ വീടിനകത്തിട്ടടിക്കുകയാണ്. തന്റെ പൊന്നാര മകളെ തല്ലുന്നത് കണ്ടപ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നുണ്ട് പ്രസവിച്ച മാതാവ് തന്റെ പൊന്നാര മകളുടെ ചാരത്ത് ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മോളെ തല്ലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനെ ഉമ്മ നിലവിളിക്കുകയാണ്. എന്നിട്ട് 18കാരിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന, മോളെ അവനെ മറക്കണേ മോളെ, അവന് കഞ്ചാവടിക്കുന്നവനാ, അവന് അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിക്കുന്നവനല്ല, അവൻ മുസ്ലിം പോലുമല്ല, അവനെ മറക്കണേ എന്ന് പറഞ്ഞ് സ്വന്തം ഉമ്മ
കാലിൽ പിടിച്ച് കരയുമ്പോ 18കാരി ചലിക്കാതെ ഇരിക്കുകയാ. അവളുടെ തീരുമാനത്തിലൊരു മാറ്റമില്ല. ഉമ്മ പരാജയപ്പെടുകയാണ്. വാപ്പ കടന്നു വന്നോ. പൊന്നാര മകളുടെ മുമ്പിൽ എന്നും തലവുയർത്തി നടന്ന വാപ്പ ആ 18 വയസ്സുള്ള പൊന്നുമോളുടെ ചാരത്ത് വന്നിരുന്ന് കരയുകയാ. നാണം കെടുത്തല്ലേ, ഇനി പായിപ്പാടുകൂടെ തലവുയർത്തി നടക്കാൻ എനിക്ക് കഴിയില്ല. എന്നെ നീ നാണം കെടുത്തരുത്. നിന്റെ കൂടപ്പുറപ്പിന് പോലും ഇനിയൊരു നല്ല ജീവിതം കിട്ടാറില്ല. അതുകൊണ്ട് നീ അവനെ മറക്കണമെന്ന് പറയുമ്പോ ആ 18കാരി അനങ്ങുന്നില്ല. വാപ്പ പരാജയപ്പെട്ടു, കൂടപ്പുറപ്പുകൾ ഉപദേശിച്ചു, കുടുംബക്കാരുപദേശിച്ചു, കാരണവന്മാര് ഉപദേശിച്ചു. പടച്ചവനെ അവസാനം പള്ളി കമ്മിറ്റിക്കാരുടെ മുമ്പിൽ വന്നു. അവരും ഉപദേശം കൊടുത്തു. അവസാനം അവിടെയും പരാജയപ്പെട്ടു. പിന്നെ പള്ളിയിൽ ഇമാമിന്റെ മുമ്പിൽ വന്നു. ഉസ്താദ് മരണം പറഞ്ഞു, ഖബറ് പറഞ്ഞു, നരകം പറഞ്ഞു, പരലോകം പറഞ്ഞു, സിറാത്ത് പറഞ്ഞു, മീസാൻ പറഞ്ഞു. എല്ലാം ഉസ്താദ് പറഞ്ഞു കൊടുത്തു. മറക്കണം മോളെ, അവളുടെ തീരുമാനത്തിലൊരു മാറ്റവുമില്ല. അവസാന കോടതിയിൽ കേസ് ചെന്നു. ജഡ്ജി ചോദിക്കുന്നു, 18 കൊല്ലം പോറ്റി വളർത്തിയ മാതാപിതാക്കളുടെ കൂടെ പോകുന്നു, ഇന്നലെ പരിചയപ്പെട്ടവന്റെ കൂടെ പോകുന്നു. അവളൊരു പേടിയുമില്ലാതെ ചങ്കുറപ്പോടെ പറയുന്നു, എനിക്ക് അവനെ മതി, എന്റെ ഉപ്പാന വേണ്ട, എന്റെ ഉമ്മാന വേണ്ട, ഇസ്ലാം മതം എനിക്ക് വേണ്ട, എനിക്ക് അവനെ മതി എന്ന് പറഞ്ഞു ഒരു പേടിയുമില്ലാതെ തന്റെ ഉമ്മയും ബാപ്പയും കോടതിയുടെ വരാന്തയിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നു, മോളെ വിട്ടിട്ട് പോകല്ലേ, നാണം കെടുത്തല്ലേ, ഞങ്ങൾക്കിനി മരിക്കലല്ലാതെ വേറൊരു വഴിയുമില്ലെന്ന് പറഞ്ഞ് യാചിക്കുമ്പോ ഒരു പേടിയുമില്ലാതെ പൊന്നുമോളവിടുന്ന് ഇറങ്ങി പോവുകയാ. ഇത് കാണുമ്പോ കോടതിയുടെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് ഉമ്മ പറയുകയാ, എന്റെ മോൾക്ക് എന്തു പറ്റിയല്ലാ, അവള് കണ്ണില് ചോരയില്ലാത്തവളായി പോയോ, അവളുടെ ഹൃദയം കരിമ്പാറയെപ്പോലെ ആയി പോയോ, നിന്റെ പൊന്നുമോളിങ്ങനെയാകാനുള്ള കാരണമെന്താ? ആ കാരണമാണോ ഖുർആൻ പറയുന്നത്? പ്രായമായിട്ടും നന്നാകാത്തതിന്റെ കാരണം അല്ലാഹ് പറയുകയാ. പ്രായമായിട്ടും നന്നാകാത്തതിന്റെ കാരണം അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. എന്തുകൊണ്ടാണ് നന്നാകാത്തതെന്നറിയോ? എന്തുകൊണ്ടാണ് നന്നാകാത്തതെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നവൻ അല്ലാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്താ? അല്ലാഹ് കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? ഒന്നാമത്തെ ആയത്ത് കേട്ടോ, ഒന്നാമത്തെ ആയത്ത് കേട്ടോ, അല്ലാഹ് പറയുകയാ, അല്ലാഹ് പറയുകയാ, ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? വൈനടുകയാ, ഹയ്യ അല സ്വലാ, ഹയ്യ അലൽ ഫലാ. അല്ലാഹുവിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കടാ സഹോദരാ, അല്ലാഹ് വിളിക്കുന്നടാ മോനെ. പറയുമ്പോ നിസാരമാണോ? കളിയാക്കുകയാണ്. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നെന്ന് പറയുമ്പോ ഇന്ന് ചെറുപ്പക്കാര് പറയുന്ന മറുപടി എന്തെന്നറിയോ? മുസമ്മിലിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ബാങ്ക് വിളിക്കാനാ. വായ്പാട് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് എടാ ബാങ്ക് വിളിക്കുന്നു, പള്ളിയിൽ പോകണ്ടേ? പറയുന്ന മുസമ്മിലിന്റെ ജോലി ചെയ്യുന്നു. ഇക്കാമത്ത് കൊടുത്ത് സലീം ഉസ്താദ് നിസ്കരിക്കാൻ കയറി, നിസ്കാരം നടക്കുന്നു. സലീം ഉസ്താദിന്റെ ജോലി ചെയ്യുന്നു. കളിയാക്കലാണ്, പരിഹാസമാണ്. മോനെ നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ. വയത് കേൾക്കാൻ വന്നിരിക്കുന്ന പെങ്ങളോട് തലമറയ്ക്ക് പെങ്ങള്, പർദയുടെ പെങ്ങള്, അല്ലാഹുവിനെ പേടിച്ച് നടക്കണമെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അതൊക്കെ പോയി ഉസ്താദേ നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ നിങ്ങൾ വെറുതെ പറയുന്നതാ. അവരോട് മരണവും ഖബറും നരകവും പറഞ്ഞാൽ ഇഷ്ടപ്പെടൂല. എവിടെ പോയാലും ഖബറാണല്ലോ, എവിടെ പോയാലും മരണമാണല്ലോ. നരകവും ഇതല്ലാതെ വേറെ ഒന്ന് വിഷയവുമില്ല, ഇതല്ലാതെ വേറൊരു വിഷയവുമില്ല. കേൾക്കുന്നത് പോലും
പോലും നമുക്ക് വെറുപ്പാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നരകത്തെക്കുറിച്ച് പറഞ്ഞ ചോദിക്കുന്നത്, നരകമുണ്ടോ ഉസ്താദേ? എവിടെയായിരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കടലിനടിയിലാണോ, പണക്കാരന്റെ വീട്ടിലാണോ, കടലിനടിത്തട്ടിലാണോ? നിങ്ങൾ പറയുന്ന നരകം എവിടെയായിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ഏത് മൂലയിലാണ് നിങ്ങൾ പറയുന്ന ലോകത്തുള്ള ജനങ്ങളെ മുഴുവനും ഇടാൻ പറ്റുന്ന ആ നരകം എവിടെയാണെന്ന് ചോദിക്കുന്നവര്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ബുദ്ധി കൂടിപ്പോയി, പെൺകുട്ടികൾക്ക് ബുദ്ധി കൂടിപ്പോയി. അതുകൊണ്ടാണ് നരകം എവിടെയാണെന്ന് ഞങ്ങളോട് ചോദിക്കുന്നത്. ഉസ്താദേ, നിങ്ങളൊക്കെ ബുദ്ധിയില്ലാത്തവരോട് പറ, അതൊക്കെ പാവങ്ങളോട് പറ, ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. നരകം എവിടെയാണെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരോട് ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? ഞങ്ങളൊക്കെ പറഞ്ഞിട്ട് വിശ്വാസം വരുന്നില്ലേ? കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ? എങ്കിൽ കാണും ചെറുപ്പക്കാരാ. പായിപ്പാട് പള്ളിയുടെ മുമ്പിൽ വന്നിരിക്കുന്ന സർവരോടും എനിക്ക് പറയാറുള്ളത്, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഈ പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് നിന്ന് ഓരോരുത്തരും എഴുന്നേറ്റ് വരുമടോ. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ വരുന്നവന്, നടന്നു വരുന്നവന്, എഴഞ്ഞു വരുന്നവന്, മുഖത്തു മാംസമില്ലാത്തവന്, കുഷ്ഠരോഗികളെ പോലെ വരുന്നവൻ, ഉകുതുമലയോളം വലിപ്പമുള്ള വയറു വലിച്ചുകൊണ്ട് വരുന്നവന്, മലദ്വാരത്ത് കൊടികുത്തി വെച്ച് വരുന്നവന്, പടച്ചവനെ ഇതുപോലെ ഉടുതുണിയില്ലാതെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അന്ന് ആണും പെണ്ണും ഉടുതുണിയില്ലാതെയാ വരുന്നത്. അവിടെ എല്ലാവരും തലതാഴ്ച നിൽക്കുകയാ. ഉസ്താദേ, റമളാനിൽ വല്ലാത്ത ചൂടായിരുന്നു, മഴയില്ലെന്ന് പരാതി പറഞ്ഞു ദുആ ചെയ്ത പെങ്ങള്, വീടിനകത്ത് പോലും 10 മിനിറ്റ് ഇരിക്കാൻ കഴിയാത്ത നമ്മള്, പായിപ്പാട് പള്ളിക്കകത്ത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരം നടക്കുമ്പോ രണ്ടാമത്തെ റക്അത്ത് നമസ്കാരത്തിലെ ഫാനും ഓഫായപ്പോ, ഇട്ടിരുന്ന എസിയും ഓഫായപ്പോ, കരണ്ടൊന്ന് പോയപ്പോ രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് വിറച്ച വാപ്പാ. ഈ പായിപ്പാട് പള്ളിക്കകത്ത് ഒരു 5 മിനിറ്റ് നിസ്കരിക്കുന്ന സമയത്ത് കരണ്ടൊന്ന് പോയപ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ എന്റെ ശരീരത്തിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നുണ്ടെങ്കിൽ ആ ചൂട് പോലെ സഹിക്കാൻ കഴിയാതെ സലാം വീട്ടിയിട്ട് എഴുന്നേറ്റ് ഓടിയവരുണ്ടല്ലോ. പടച്ചവനെ, ഈ ചൂട് നിനക്ക് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയാതെ ഈ പള്ളിക്കകത്തിരുന്ന് നീ പ്രയാസപ്പെട്ടെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയില് ഈ 15 കോടി 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, സിറാജിന്റെ തലയുടെ ഒരു ചാണ് മുകളിലാ. പെങ്ങളെ, നിന്റെയൊക്കെ തലയുടെ ഒരു ചാണ് മുകളില് ഈ സൂര്യനെ അല്ലാഹു താഴ്ത്തുകയാ. ചൂടുള്ള നാളുണ്ടേ കിയാമം നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വന്തോഷ വണ്ടിയോ മായി വരുന്നേ കാളാ, ക്ഷീണത്തിനാലുലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മോള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. പടച്ചവനെ, ചൂള കണ്ടിട്ടുണ്ടോ? പായിപ്പാട് പള്ളി മുഴുവനും പണിതിരിക്കുന്നത് ഇഷ്ടിക കൊണ്ടാ ചെറുപ്പക്കാരാ. പടച്ചവനെ, ഞാൻ ജമാഅത്തിന്റെ പ്രസിഡന്റിന്റെ കൂടെ കോട്ടയം ഭാഗത്ത് കട്ട വാങ്ങാൻ പോകുമ്പോ ഞാൻ കണ്ടടോ എന്തു വലിപ്പത്തിലാ ചൂള ഇങ്ങനെ കല്ലടിക്ക് വെച്ചിരിക്കുന്നത്. അത് കത്തിച്ച സമയത്ത് പോയിട്ടുണ്ടോ? അതിന്റെ പരിസരത്ത് പോയിട്ടുണ്ടോ? വല്ലാത്ത പ്രയാസമാ സഹോദരാ, എന്റെ ചെറുപ്പക്കാരാ.
പണ്ടത്തെ കാലത്ത് പായിപ്പാട് കൂടെ കാളവണ്ടി പോകുന്നത് കണ്ടിട്ടില്ലേ? ആ ചുമട് വലിച്ചു കൊണ്ടുവരുന്ന കാള ക്ഷീണിച്ച് കഴിയുമ്പോ അതിന്റെ വായിലൂടെ പതയും നുരയും ഒഴുകുകയാ. ഇതുപോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ജനങ്ങളുടെ വായിൽ നിന്ന് പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാണ്. പെങ്ങളെ, ചോറ് വെക്കുന്നവളല്ലേ, അടുക്കളയിൽ കലത്തിനകത്ത് ചോറ് കിടന്ന് തിളച്ചിട്ട് ആ കലത്തിന്റെ മുകളിലൂടെ നിറഞ്ഞിങ്ങനെ പുറത്തേക്ക് ഒഴുകുമ്പോ തീ കുറച്ചു വെക്കുന്ന ഉമ്മ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒലിക്കുന്ന ദിവസമുണ്ട് ഉമ്മ. പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെങ്ങള്, വല്ലാത്ത വേദനയല്ലേ, വല്ലാത്ത വേദനയല്ലേ. ഇടയ്ക്കിടയ്ക്ക് ആ വേദനയെക്കുറിച്ച് പറയാറുണ്ടല്ലോ. എനിക്ക് ആ വേദനയെക്കുറിച്ചറിയില്ല. എന്നാ എന്റെ ഉമ്മ പറയുന്നത് അതിന് വല്ലാത്ത വേദനയാണെന്നാണ്. എങ്കിലെന്റെ ഉമ്മ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ഗർഭിണി വന്നാൽ, അല്ലാഹുവിന്റെ മഹ്ശറയില് ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്നതറിയില്ല ഉമ്മ. അവൾ അറിയാതെ പ്രസവിച്ചു പോകും ഉമ്മ. ഇതാണ് അല്ലാഹുവിന്റെ കോടതി. നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ജിബ്രീൽ ചെന്നിട്ട് പറയുന്നു, മാലിക്കേ, കൊണ്ടുവാ മാലിക്കേ, നരകത്തെ കൊണ്ടുവാ മാലിക്കേ. കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു ജിബ്രീലേ, എങ്ങനെയാ ജിബ്രീൽ, എങ്ങനെയാ ജിബ്രീൽ? അല്ലാഹുവിന്റെ കൽപ്പനയാ ജിബ്രീൽ, നരകത്തെ കൊണ്ടുവരാൻ 70,000 ചങ്ങല എടുത്തുകൊണ്ട് വരികയാണ്. ഒരു ചങ്ങല 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടുകയാ. ചങ്ങലയുടെ വലുപ്പമല്ല, ചങ്ങലയെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിൽ ഒരു കൊളുത്തുണ്ടല്ലോ, കൊളുത്തുകളുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ ഒരു കൊളുത്ത് ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. ഇതുപോലെയുള്ള ചങ്ങല, കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ചങ്ങല 70,000 ചങ്ങല കൊണ്ട് നരകത്തെ കെട്ടി. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള്. സുബ്ഹാനല്ലാഹ്. കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ കൊണ്ടുവരും ചെറുപ്പക്കാരാ, പായിപ്പാടുള്ള ചെറുപ്പക്കാരാ, എവിടെയാ സിറാജ് നരകമിരിക്കുന്നതെന്ന് ചോദിച്ചവര്, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നീ ഇങ്ങനെ നിൽക്കുമ്പോ, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ, ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ പായിപ്പാടുള്ള ചെറുപ്പക്കാരൻ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ്, രക്ഷിതാവായ റബ്ബേ, കണ്ടുപടച്ചവന് നരകത്തെ കണ്ടു അല്ലാഹ്, തീ കണ്ടു അല്ലാഹ്, വലിപ്പം കണ്ടു അല്ലാഹ്, അതിന്റെ അട്ടഹാസം കേട്ടു അല്ലാഹ്, അതുകൊണ്ട് പായിപ്പാടേക്ക് എന്നെ ഒന്ന് മടക്കുമോ അല്ലാഹ് ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, പടച്ച റബ്ബേ, ഖുർആനിന്റെ ആയത്തുകൾ ഓതിയിട്ട് ഉസ്താദന്മാരും മരണവും ഖബറും നരകവും പരലോകവും സിറാത്തും മീസാനുമല്ല പറഞ്ഞു തരുമ്പോ പരിഹസിക്കുന്നവര്, കളിയാക്കുന്നവര്, ഞങ്ങൾ ഇങ്ങനെയാ ഉസ്താദ്, നിങ്ങളൊക്കെ എത്ര വഅദ് പറഞ്ഞാലും പെങ്ങളെ ഞങ്ങളെ തലമറക്കില്ല സിറാജ്, ഞങ്ങൾ തലമറയ്ക്കാറില്ല, ഞങ്ങൾ ഇങ്ങനെ തന്നെ നടക്കൂ. ഇതൊക്കെ ഫാഷനാണ്, ഇതൊക്കെ മോഡലാണ്. പായിപ്പാടുള്ള ഉമ്മ അല്ലാഹുവിന്റെ മുമ്പിൽ എന്തു പറയും പെങ്ങള്? മദ്രസയിൽ പഠിക്കുന്ന പെൺകുട്ടികള് അല്ലാഹുവേ പർദയും ഹിജാബും ഇട്ടുകൊണ്ട് മദ്രസയിൽ വരും. മദ്രസ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോ തല പോലും മറയ്ക്കാത്ത ഉമ്മ, അല്ലാഹുവേ ജീവിതം ആസ്വദിക്കാൻ
സുഖിക്കാനുള്ളതാണ്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് പറയുന്ന പെങ്ങളോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാതെ വേണമെങ്കിലും നടന്നോ, ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ, ജീവിതം ആസ്വദിക്കാനുള്ളതാ, സുഖിക്കാനുള്ളതാ. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ഞങ്ങൾ മാറില്ലെന്ന് പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, അള്ളാന്റെ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ, ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇത് ഖുർആനിലെ 1-ാമത്തെ ആയത്താ. ഇനി അവസാനം ഒരായത്തുണ്ട്. ഖുർആനിലെ 1-ാമത്തെ ആയത്ത് ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇതാണ് 1-ാമത്തെ ആയത്ത്. ഇനി അവസാനം ഒരായത്തുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളൊക്കെ എന്നാ വേണമെങ്കിലും പറഞ്ഞോ, നമ്മളിങ്ങനെ നമ്മളൊക്കെ ഇപ്പൊ ഇവിടെ ജുബയും തൊപ്പിയൊക്കെ എല്ലാത്തിനും ഉണ്ട്, അറിയാലോ. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ അവസ്ഥാതെ, മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. മാറണ്ട, ആസ്വദിക്ക്, ജീവിതം അടിച്ചു പൊളിക്ക്, നിങ്ങൾക്ക് തോന്നണ പോലെ ജീവിക്ക്. നമ്മളും പറച്ചിൽ കുറയ്ക്കൂല, നമ്മളിങ്ങനെ പറച്ചിൽ കുറയ്ക്കൂല, നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്ക്. പക്ഷേ അള്ളാഹ് ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് ഖുർആനിലെ അവസാനത്തെ ആയത്തേതെന്നറിയോ? ഖുർആനിലെ അവസാനത്തെ ആയത്തേതാ? ഓന്തോടി എവിടെ വരെ ഓടും മോനെ? പച്ച മലയാളം ചോദിച്ചാ അള്ളാഹു പറയാ, നീ എവിടെ വരെ പോകാനാ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹ് ചോദിക്കുക, നീ എവിടെ വരെ പോവാനാ? നീ എവിടെ പോയാലും എന്റെ അടുത്ത് തന്നെ വരും. നീ ഇനി ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും അവസാനം പായിപ്പാട് പള്ളിയുടെ പറമ്പിൽ തന്നെ നിന്നെ കൊണ്ടുവരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നീ എവിടെ വേണേലും പൊക്കോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, കഞ്ചാവടിക്കണോ, കള്ളു കുടിക്കണോ, വ്യഭിചരിക്കണോ, എന്നാ വേണമെങ്കിലും നീ ചെയ്തോ. പക്ഷേ എവിടെ പോയാലും നിന്നെ ഞാൻ കൊണ്ടുവരും എന്റെ മുമ്പിൽ കേട്ടോ മോനെ. നീ എവിടെ പോയാലും നിന്നെ ഞാൻ എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരും. നീ ഓർത്തു വെച്ചോ, അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അള്ളാഹ് പറയാ, ഞാൻ അന്ന് നിനക്ക് കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. നീ ആസ്വദിക്ക്, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരാളും നിന്നെ ചോദിക്കില്ല. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാഹു അലം അല്ലേ? ഒന്ന് പറയുന്നതാണ് കുറ്റം, പറയാൻ പാടില്ല. എന്ത് വേണമെങ്കിലും നിങ്ങൾ ചെയ്തോ. അള്ളാഹ് പറയാ, ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അള്ളാഹ് പറയാ, ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് നിനക്ക് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഭയാനകമായ ശിക്ഷ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹ് പറയുന്ന നിനക്ക് ഭയാനകമായ ശിക്ഷ. അള്ളാഹു പറയുകയാണ്, നിനക്ക് ഞാൻ ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതൊരു സന്തോഷ വാർത്ത പോലെ അള്ളാഹു പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് പായിപ്പാട് പള്ളിയുടെ മുമ്പിലിരിക്കുന്നവരെ അവഗണിക്കല്ലേ, നിസാരമാക്കല്ലേ, കള്ളു കുടിക്കല്ലേ ചെറുപ്പക്കാരാ. മോനെ, നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഇന്ന് കള്ളുകുടിയും കഞ്ചാവടിയും മയക്കുമരുന്നും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ തെറ്റായിട്ട് ഇന്നത്തെ തലമുറ കാണുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാ, ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കൂല. ഒരു തുള്ളി കള്ള് നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി തൗബ ചെയ്യാതെ നീ ഒരിക്കലും അള്ളാന്റെ സ്വർഗത്തിൽ കടക്കൂല. നിങ്ങൾ പറയും, ഉസ്താദേ ഞങ്ങൾ കള്ള് കുടിക്കാറില്ല. എന്റെ ചെറുപ്പക്കാരാ, നബിതങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കള്ളുകുടിയനുമായി നിങ്ങൾ കൂട്ടുകൂടരുത്, കള്ളുകുടിയനുമായി നിങ്ങൾ സഹകരിക്കരുത്, കള്ളു കുടിക്കുന്നവന്റെ കൂടെ നടക്കരുത്, അവന്റെ കൂടെ ഇരിക്കരുത്, അവനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തരുത്, അവന് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, അവൻ രോഗിയായി കിടന്ന കാണാ പോകരുത്, അവന്റെ ജനാസ കൊണ്ടുവന്ന ആ ജനാസയുടെ പുറകിൽ പോലും നടക്കരുത്. സഹോദരാ, അവന്റെ ജനാസയുടെ, അവന്റെ ഖബറിന്റെ ചാരത്ത് പോലും കിടക്കരുത്. കള്ളുകുടിയെന്നെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ അവന്റെ ഖബറിന്റെ ചാരത്ത് പോലും കിടക്കാൻ പാടില്ല. പടച്ചവനെ, നിങ്ങളെ ചരിത്രമെടുത്ത് വായിച്ചു നോക്കൂ. ഒരു ചെറിയ മകൻ മരണപ്പെടുകയാണ്. വാപ്പ കുറെ ദിവസം കഴിഞ്ഞവനെ സ്വപ്നം കാണുകയാണ്.
വാപ്പ സ്വപ്നം കണ്ടപ്പോ ആ പൊന്നാര മകന്റെ മുടി മുഴുവനും നരച്ചിരിക്കുകയാ, ഒരു ഭാഗത്തെ മുടി മുഴുവനും നരച്ചിരിക്കുകയാ. വാപ്പ ചോദിക്കുന്നു, മോനെ മരിക്കുന്ന സമയത്ത് ഒരു രോമം പോലും നരച്ചിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിന്റെ മുടി നരച്ചതെന്ന് ചോദിക്കുമ്പോ ആ പൊന്നുമോൻ പറഞ്ഞ മറുപടി, വാപ്പാ എന്റെ ചാരത്ത് കിടക്കുന്നതൊരു കള്ളുകുടി എന്റെ കബറാ വാപ്പാ, ആ കള്ളുകുടി എന്റെ കബറിനകത്ത് നടക്കുന്ന ശിക്ഷ കണ്ടിട്ട് പേടിച്ചിട്ട് മുടി നരച്ചതാ വാപ്പാ. വേണ്ടടാ ചെറുപ്പക്കാരാ, നിസാര പാപമല്ല മോനെ. കള്ളും കഞ്ചാവും ബിയറാണെങ്കിലും എന്താണെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കല്ലേ ചെറുപ്പക്കാരാ, നാശമാടാ, സർവ്വതും നശിപ്പിച്ച് കളയുമടാ. അള്ള കൊണ്ടുവരുന്നത് എങ്ങനെയെന്നറിയോ? പായിപ്പാട് പള്ളിയുടെ കബർസാൻ നിന്ന് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എഴുന്നേറ്റ് വരുമ്പോ പേ പിടിച്ച പട്ടിയുണ്ടല്ലോ, നാവ് ഇങ്ങനെ നീട്ടിയിട്ട് ഇളവൊലിപ്പിച്ചു കൊണ്ടുപോകുന്ന പേ പിടിച്ച പട്ടിയെ കണ്ടിട്ടില്ല. നാളെ കബറിനകത്ത് നിന്ന് പരലോകത്തേക്ക് കൊണ്ടുവരികയാണ് ഒരു വിഭാഗം. പേപ്പട്ടിയെ പോലെ ഇളവൊലിപ്പിച്ച് തലതാറ്റിപ്പിടിച്ച് പുഴുത്തു നാറിയവനെ പോലെ അള്ള പരലോകത്ത് കൊണ്ടുവരുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയോ? കള്ളു കുടിക്കുന്നവനാ ചെറുപ്പക്കാരാ. അതിന് സാര പാപമല്ലടാ മോനെ. എന്റെ പെങ്ങളോട് പറയുകയാ, വിഭിചരിക്കല്ലേ മോള്, വിഭിചരിക്കല്ലേ മോള്. അതാ നിന്റെ ശരീരത്ത് പോലും ഒരു അന്യപുരുഷനെ തുടർന്ന ഒരു സാഹചര്യമുണ്ടാകരുത്, അത് പാപമാ. ഇന്നത്തെ തലമുറയ്ക്കത് പാപമല്ല. തൊടുന്നതും പിടിക്കുന്നതും തട്ടുന്നതും പാപമല്ലാത്ത കാലമാണ്. ഒരു പെണ്ണ് നിന്റെ ശരീരത്ത് ഒരാണ് തുടരുത്, ഹറാമാണ് പെങ്ങള്, പാപമാണ് പെങ്ങള്. പൊന്നു പെങ്ങളോട് എനിക്ക് പറയാറുള്ളത്, നിന്റെ ശബ്ദം പോലും ഔറത്താ, നിന്റെ ശബ്ദം പോലും ഔറത്താ. പായിപ്പാട് പള്ളിയുടെ മുമ്പിലിരിക്കുന്ന പെങ്ങളോട് പറയുകയാ, നിങ്ങൾ ആരെങ്കിലും മരിച്ചാ പായിപ്പാട് പള്ളിയിലെ ഇമാമിനെ കാണുന്നത് പോലും ഹറാമാ. മരിച്ചാ പോലും കാണാൻ പാടില്ല. അല്ലാഹുവേ, ഒരു പെണ്ണ് സലാം പറയരുത്, സലാം പറയുന്നത് പോലും പാപമാണോ? എന്റെ പെങ്ങളെ, നിന്റെ ശബ്ദം പോലും ഔറത്താണ്. അതുകൊണ്ട് പെങ്ങളോട് പറയുകയാണ്, അല്ലാഹുവെ പേടിച്ച് നടക്കുക പെങ്ങള്. വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. അത് വൃത്തികെട്ട ഒരു കാര്യമാണ്, അതൊരു മോശമായ കാര്യമാണ്. എന്റെ പെങ്ങളോട്, എന്റെ പെൺകുട്ടികളോട് പറയുകയാ, ശരീരത്തെ തൊടുന്നവനുമായിട്ടുള്ള ബന്ധം നീ അവസാനിപ്പിക്കണേ. ശരീരത്തെ തൊടുന്നവനുമായിട്ടുള്ള ബന്ധം, അത് എത്ര വലിയവനാകട്ടെ, കുടുംബക്കാരനാകട്ടെ, കൂട്ടുകാരനാകട്ടെ, അയൽവാസിയാകട്ടെ, കൂടെ പഠിക്കുന്നവനാകട്ടെ, ശരീരത്തെ തൊടുന്ന ബന്ധം അവസാനിപ്പിക്കുക. ഒരു പെണ്ണിന്റെ ശരീരത്ത് തൊടൽ അത് പാപമാ, വ്യഭിചാരമാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ പലരും ചിന്തിക്കുന്നത് കുടുംബത്തിൽ, നിങ്ങൾ നിൽക്ക്, നാട്ടുകാരെയല്ല സൂക്ഷിക്കേണ്ടത്. നബിതങ്ങളുടെ ഹദീസ് തന്നെയുണ്ട്, നാട്ടുകാരെയല്ല സൂക്ഷിക്കേണ്ടത്, കുടുംബത്തിലെ അകന്ന ചെറുപ്പക്കാരെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറയടോ. കുടുംബത്തിലെ വല്ല ചെറുപ്പക്കാരനെ പേടിക്കണോ? അയൽവാസി, നാട്ടുകാരൻ, അവനെ പോകട്ടെ. എന്ന കുടുംബത്തിൽ അകന്ന ചെറുപ്പക്കാരൻ എപ്പോഴും വീട്ടിൽ വന്നു പോകാൻ സ്വാതന്ത്ര്യമുള്ളവൻ, എപ്പോഴും വീട്ടിൽ വന്ന് കയറിപ്പോകാൻ സ്വാതന്ത്ര്യമുള്ളവൻ, അവനെയാ സൂക്ഷിക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാത്തിനും സ്വാതന്ത്ര്യം കൊടുക്കും. മോനെ എടാ നോക്കിക്കോണം കേട്ടോ, അക്കായെ എടാ ബൈക്ക് കൊണ്ടുവിട, പള്ളിയിൽ വയത് വെച്ച് കൊണ്ടുവിടും മോനെ, എന്നെ തിരക്കിലാടാ, ഒന്ന് കൊണ്ടുവിട്. ആര് കയറ്റി വിടുക, മലക്കിനെ കയറ്റി വിടുന്ന പോലെ. സുബ്ഹാനല്ലാഹ്. പ്രേമം, പ്രേമിച്ചു കഴിഞ്ഞാൽ പിന്നെ തൊട. ഇപ്പൊ എല്ലാം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കും, കൊണ്ടുപോയി തട്ടും. എന്താ അപ്പൊ മുട്ടായി, അൽഹംദുലില്ലാഹ്. ഇപ്പൊ വയത് കഴിഞ്ഞ് നോക്കിക്കേ, ബൈക്ക് വരും, ചാടിക്കേറി പോകും. അനിയന്റെ ഭാര്യയുടെ ചേട്ടന്റെ ഭാര്യ അനിയന്റെ പുറത്ത് കയറിയിരുന്നിട്ട് വയത് കഴിഞ്ഞ് പോകുമ്പോ നിങ്ങൾ ചിന്തിക്കുക, ജ്യേഷ്ഠന്റെ ഭാര്യ പോകുന്ന ആരുടെ കൂടാ? ജ്യേഷ്ഠനില്ല, അനിയന്റെ അനിയ ഒന്ന് കൊണ്ടുപോയരുടെ മൈനി. ഇവിടെ മൈനി എന്നില്ല വിളിക്കുക. എന്തുകൊണ്ടാ ചിരിച്ചോണ്ടിരിക്കുന്നത്? എടാ, ഞാൻ എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യയെ മൈനീനെ വിളിക്കും. ഇവിടെ എന്താണ് വിളിക്കുന്നത്?
മൈനി ഒന്നുകൊണ്ട് വിട്ടേക്കടാ, കേറിക്കോ ചേട്ടത്തി, കേറിക്കോ, ചാടി കേറിക്കോ, മലക്ക് കയറണ പോലെ ചാടി കയറുക. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. തെറ്റല്ലേ അക്ക? തെറ്റാണോ? വ്യഭിചാരമാണോ? അതോ ഇപ്പത്തെ ബൈക്ക് എന്ന് പറഞ്ഞ അർസിന്റെ മുകളിലായിരിക്കണം, ഡ്രൈവർ താഴെയും പുറകിരിക്കുന്ന ആള് തലയിലും. ഞാൻ ഇന്നും കണ്ടു പഠിച്ചവന്, ഞാൻ പായിപ്പാട് അങ്ങനത്തെ രംഗമൊന്നും കാണാത്തതാ. ഇപ്പൊ മുടി വെട്ടിയിട്ട് വരുമ്പോ കെട്ടിപ്പിടിച്ചോണ്ടാ വന്ന ബൈക്കില്. സുബ്ഹാനല്ലാഹ്, പായിപ്പാട് വലിയ പള്ളിയൊക്കെ വന്നു. അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. പറയുമ്പോ എല്ലാം പറയണം, അള്ളാഹു പ്രതിഫലം തരുമാറാകട്ടെ. ഇപ്പൊ കല്യാണത്തിന്റെ ഫോട്ടോഷൂട്ട് നടക്കുന്നത് ഈ പള്ളിമുറ്റത്താണ്. എങ്ങനെ? കല്യാണം കഴിഞ്ഞിട്ട് സാധാരണ വല്ല കുളത്തിലോ പറമ്പിലൊക്കെയാ പോണല്ലേ. ഈ 12 കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നിടത്തൊരു വയലുണ്ട്, ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പൊ മുഴുവൻ പള്ളിയുടെ മുമ്പിൽ വന്ന് നിന്നിട്ടിങ്ങനെ എന്താ ഫോട്ടോഷൂട്ടൊക്കെ ഇല്ലേ. സുബ്ഹാനല്ലാഹ്, കൊള്ളണ്ടടുത്ത് കൊണ്ടെന്ന് തോന്നില്ലാരില്ലേ? നിങ്ങൾക്ക് പലതും പറയണമെന്ന് തോന്നുന്നുണ്ടല്ലേ? നിങ്ങൾ ചിന്തിക്ക്. എടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പള്ളിയല്ലേ ഇത്. അള്ളാഹു നമുക്ക് പുറത്തുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു പുറത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,